ആദ്യം പൊത്തുക ഓക്കെ അപ്പടി കേക്ക് പടിയാ നമുക്ക് ഇവിടെ പിടിച്ചേ മറിക്ക് ലാവല വരാക്ക് ചെക്കൻ പറയും ലാവൂല വരാന്ന് മാറി മാറി കടി ഈ സമയം ചിലർ ആസ്വദിക്കുന്നു, എന്നാൽ മറ്റു ചിലർക്കത് നഷ്ടമാകുന്നു. ഇപ്പോൾ ആസ്വദിക്കുന്നവർ അറിയുന്നുണ്ടോ ആവോ ഈ സമയം അവർക്കും നഷ്ടമാകാനുള്ളതാണ് എന്ന സത്യം. ബാല്യകാലം ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ യൗവനകാലം മറ്റൊന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഒടുവിൽ വാർദ്ധക്യം കടന്നു വരുന്നതോടുകൂടെ മനസ്സും ശരീരവും വിശ്രമം ആവശ്യപ്പെടും. അവിടം മുതലാണ് നമ്മൾ നടന്നു നീങ്ങിയ വഴികളുടെ ദൂരം എത്രയാണെന്നും പിന്നിട്ട വഴികളിലെ നേട്ടങ്ങളും കോട്ടങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നതും. എത്ര ദൂരമെന്ന വ്യക്തമായ ഉത്തരം കിട്ടാത്ത കണക്ക് കൂട്ടലുകളുമായി യാത്ര തുടരുന്നു. ആ യാത്രയുടെ ദൂരം ഒരൽപ്പം കൂടിയേക്കാം. മറ്റു ചിലരിൽ യാത്രയുടെ ദൈർഘ്യം ഒരൽപ്പം കുറഞ്ഞെന്നും വരാം. സത്യത്തിൽ നമ്മുടെ യാത്ര ആരംഭിച്ചത് മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് നമ്മുടെ ജീവൻ തുടിക്കാൻ തുടങ്ങിയ സമയം മുതലാണ്. എന്നാൽ ആ യാത്രയുടെ അവസാനം, ആ തുടിപ്പ് എന്ന് നിശ്ചലമാകുന്നുവോ അവിടെയാണ്. അതോടുകൂടെ നാം ഭൗതിക ലോകത്തോട് വിട പറയുകയാണ്. അതിനുശേഷമുള്ള ജീവിതത്തിലെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ഭൗതിക ലോകത്ത് നമുക്ക് അനുവദിച്ച സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അനുവദിക്കപ്പെട്ട ഈ കുറഞ്ഞ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതിനൊന്നും സാധ്യമല്ല എങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനെങ്കിലും നമുക്ക് സാധിക്കും. നമുക്കതിന് സാധിക്കണം. വരാനിരിക്കുന്ന ലോകത്ത് നമുക്കത് ഒത്തിരി ഉപകാരപ്രദമാകും. മാത്രമല്ല, നമ്മുടെ മരണത്തിന് ശേഷം അദ്ദേഹം നന്നായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നതിനും അത് കാരണമായി മാറും. ഈ കാഴ്ചപ്പാടിനോട് യോജിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, അതല്ലാത്തവർക്ക് തള്ളിക്കളയാം. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.